ഹലോ ഗൈസ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ടോട്ടലി 4 വേക്കൻസീസ് പറയുന്നുണ്ട്. ഈ 4 വേക്കൻസീസും തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഹയർ ചെയ്യുന്ന വേക്കൻസീസാണ്. ഈ 4 വേക്കൻസീസിൽ ടോട്ടലി 2 വേക്കൻസി വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. മെയ് 24നും മെയ് 26നുമാണ് ഈ വാക്കിംഗ് ഇൻ്റർവ്യൂ. സോ ഇതിൽ SEO ഫ്രഷറിനെ ഹയർ ചെയ്യുന്നുണ്ട്, കസ്റ്റമർ സർവീസിന് ഹയർ ചെയ്യുന്നുണ്ട്, ദെൻ ടെലികോളറെ ഹയർ ചെയ്യുന്നുണ്ട്, ഒരു ഡാറ്റ അനലിസ്റ്റിനെയും ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വാക്കിംഗ് ഇൻ്റർവ്യൂവിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി പാസ് ഇല്ലാതെ ടെക്നോ പാർക്കിലോട്ട് അലൗഡ് അല്ല. എൻട്രി പാസ് എടുക്കുന്ന ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ വാക്കിംഗ് ഇൻ്റർവ്യൂവിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ ചെന്ന് രജിസ്ട്രേഷൻ നടത്താം. ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഇതേപോലൊരു വാക്കിംഗ് ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ടെക്നോ പാർക്ക് എല്ലാ വീക്കും വാക്കിംഗ് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് മിസ്സാവാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം. സോ ഞാൻ ടൈം ഒട്ടും വേസ്റ്റ് ആക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണ്. ഇത് way.com പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഹയർ ചെയ്യുന്നത്. ഇത് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ്. മെയ് 26നാണ് വാക്കിംഗ് ഇൻ്റർവ്യൂ. ഫ്രം മോർണിംഗ് 9:30 to 11:30 ആണ് ടൈം. സോ ഇത് എവിടെയാണ് വെന്യൂ അല്ലെങ്കിൽ എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലാണ്. ആദ്യം നമുക്ക് ജോബ് റെസ്പോൺസിബിലിറ്റീസിലോട്ട് നോക്കാം. ഇവിടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട്: റെസ്പോണ്ടിങ് ടു കസ്റ്റമർ ഇൻക്വയറീസ് വയ ഫോൺ, ഇമെയിൽ ആൻഡ് ചാറ്റ് ഓർ സോഷ്യൽ മീഡിയ, ട്രബിൾ ഷൂട്ടിംഗ് കസ്റ്റമർ ഇഷ്യൂസ്, managing customer requests, recording and updating customer information, escalating complex issues, assisting with the tracking customer satisfaction, ensuring all customer interaction are handled professionally and with care. ഇത്ര മാത്രമേ ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ ഇവിടെ പറയുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് എക്സ്ട്രാക്ട് ചെയ്യുക, നമ്മുടെ CV ആഡ് ചെയ്യാൻ നോക്കുക. പ്രിഫേർഡ് സ്കിൽസോട്ട് വരുമ്പോൾ proven experience in customer service or a similar role, excellent verbal communication വേണം, ability to stay calm under pressure, strong problem solving abilities, knowledge of customer relation management system, positive attitude and a passion for helping others, എബിലിറ്റി ടു വർക്ക് എഫക്റ്റീവ്ലി ഇൻ എ ടീം എൻവയോൺമെൻറ്റ്. ഇത്ര മാത്രമാണ് പ്രിഫേർഡ് സ്കിൽസിൽ പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. മാത്രമല്ല ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ട് 0 to 2 years ഓഫ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. സോ നിങ്ങൾ ഫ്രഷ് ആണെങ്കിൽ ഇത് നിങ്ങൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഈ ഒരു വാക്കിംഗ് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ എൻട്രി പാസ് നിർബന്ധമാണ്. എൻട്രി പാസ് ഇല്ലാത്ത ഒരാളെയും അവർ വാക്കിംഗ് ഇൻ്റർവ്യൂവിന് അകത്തോട്ട് കടത്തി വിടത്തില്ല. സോ എങ്ങനെയാണ് എൻട്രി പാസ് എടുക്കുകയെന്ന് വെച്ചാൽ 2 ടൈപ്പിൽ എൻട്രി പാസ് എടുക്കാം. ഒന്ന് മൊബൈലിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു URL ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ വെബ്സൈറ്റിൻ്റെ URL എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സോ നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് ആ URL. ഇവിടെ നമ്മൾ ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യും. അതിനുള്ളിൽ ചെന്നിട്ട് നമുക്ക് ഒരു എൻട്രി പാസ് എടുക്കാൻ പറ്റും. എൻട്രി പാസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഇവിടെ യൂസർ മാനുവൽ ഉണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അവർ പറഞ്ഞുതരും. ഈ യൂസർ മാനുവലിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ട്, എങ്ങനെയാണ് നമുക്ക് എൻട്രി പാസ് എടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒന്നും വെച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ യൂസർ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ആ യൂസർ മാനുവലും എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ ജോബ് റോള്. SEO സ്പെഷ്യലിസ്റ്റ് ആണ്. ഇതും വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ്. വാക്കിംഗ് ഇൻ്റർവ്യൂ ഡേറ്റ് എന്ന് വെച്ചാൽ മെയ് 24 എപ്പോഴാണ്? രാവിലെ 10 മണി ടു ഉച്ചയ്ക്ക് 12:30 വരെയാണ് ടൈം. സോ ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് പ്രിഫേർഡ് സ്കിൽസും ജോബ് റിക്വയർമെൻറ്റ്സും അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷനും വായിച്ച് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് കീ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്: കണ്ടക്ട് കീവേഡ് റിസർച്ച്, ഇംപ്ലിമെൻറ്റ് ഓൺ പേജ് SEO, perform technical SEO audits and resolve issues related to crawling, indexing and site speed, work with developers to apply SEO best practices, track SEO performance, optimize content and provide SEO guidance, stay updated with SEO trends and algorithm changes, develop and execute white hat link build strategies, monitor key SEO metrics including organic traffic ranking. എനിക്ക് തോന്നുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡായിട്ടുള്ള കീവേഡ്സ് ഒക്കെയാണ് കൂടുതൽ. സോ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്കത് ഫെമിലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് എക്സ്ട്രാക്ട് ചെയ്യുക, CV ആഡ് ചെയ്യുക. പിന്നെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 years ഓഫ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് വിത്ത് SEO ടൂൾസ് സച്ച് ആസ് ഗൂഗിൾ സെർച്ച് കൺസോൾ, ഗൂഗിൾ അനലിറ്റിക്സ്, പിന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വിത്ത് CMS പ്ലാറ്റ്ഫോം, ഫെമിലിയാരിറ്റി വിത്ത് HTML CMS പ്ലാറ്റ്ഫോംസ് എസ്പെഷ്യലി വേർഡ്പ്രസ്, എക്സലന്റ് അനലിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇതൊക്കെയാണ് ഇവിടെ പ്രിഫേർഡ് സ്കിൽസിൽ റിക്വയർഡ് സ്കിൽസിൽ ചോദിക്കുന്നത്. പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂയുടെ വെന്യൂ എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു സ്പെസിഫൈ ആയിട്ടുള്ള കമ്പനിയിൽ തന്നെയാണ്. സോ കമ്പനിയുടെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരണമെന്ന് വെച്ചാൽ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അവരെ.
ഒബിയസ്ലി വാക്കിംഗ് എൻട്രി പാസ് ഇതിനും നിർബന്ധമാണ്. സോ നേരത്തെ കാണിച്ച അതേ ലിങ്കിൽ പോവുക, ഒരു വാക്കിംഗ് ഇൻ്റർവ്യൂ പാസ് ഈ ഒരു ഡേറ്റിന് എടുക്കാൻ നോക്കുക. നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വിൽ ബി വെരിഫൈഡ് അറ്റ് ദ എൻട്രി ഗേറ്റ് ഫോർ ദ വാക്കിംഗ് ഇൻ്റർവ്യൂ. വാക്കിംഗ് ഇൻ്റർവ്യൂ ടൈമിൽ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, ഇവർ പറയുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. സോ അത് ഡെഫിനറ്റ്ലി എടുത്തിട്ട് പോകാൻ നോക്കുക. മൂന്നാമത്തെ ജോബ് റോൾ എന്ന് വെച്ചാൽ അസിസ്റ്റൻറ്റ് ആൻഡ് ഡാറ്റ അനലിസ്റ്റ് ആണ്. ഹയർ ചെയ്യുന്ന കമ്പനി എന്ന് വെച്ചാൽ AI ഇൻഷുർ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഹയർ ചെയ്യുന്നത്. ഒബിയസ്ലി ബ്രീഫ് ഡിസ്ക്രിപ്ഷനിലോട്ട് പോകാം. ഇതൊരു ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ജോബാണ്. സോ നിങ്ങൾ ഡാറ്റ അനലിസ്റ്റ് ഫ്രഷാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവർ ഡിസ്ക്രിപ്ഷനിലും പ്രിഫേർഡ് സ്കിൽസിലും കാര്യമായിട്ടുള്ളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ഇത്ര മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഇതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. യൂസ് ടൂൾസ് ടു എക്സ്ട്രാക്ട് ആൻഡ് അനലൈസ് ഡാറ്റ ഫ്രം വേരിയസ് സോഴ്സസ്, clean and resolve data errors, develop and manage databases in data system, apply statistical tool to identify pattern and trends, prepare monthly and quarterly internal reports, monitor production report with actuarial and performance report, ensure regulation and procedural compliance, present analytical insight to support key business decision. ഇത്ര മാത്രമാണ് ഇവർ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. പ്രിഫേർഡ് സ്കിൽസിൽ പറഞ്ഞിരിക്കുന്ന വെറും ഒറ്റ കാര്യമുള്ളൂ, ഇംഗ്ലീഷ് ഫ്ലുവൻസി സ്പോക്കൺ ആൻഡ് റിട്ടൺ ഇസ് മാൻഡറ്ററി. ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു CV പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം CV ഈ ഒരു മെയിൽ ഐഡിയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫോർത്ത് ജോബ് റോൾ എന്ന് പറയുന്നത് ടെലികോളർ ജോബ് റോളാണ്. ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ളൊരു വാക്കൻസിയാണ്. ഹയർ ചെയ്യുന്ന കമ്പനി ടെക് സ്റ്റാറ്റ്സ് ഇൻഫോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഹയർ ചെയ്യുന്നത്. സോ ഇവിടെ എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത് വെച്ചാൽ, മേക്ക് ഔട്ട് ബൗണ്ട് കോൾസ്, ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് പ്രൊഡക്റ്റ് സർവീസ് ഫീച്ചേഴ്സ്, അഡ്രസ് കസ്റ്റമർ ക്വയറീസ്, മെയിൻറ്റെയിൻ ഡീറ്റെയിൽ ആൻഡ് അക്യുറേറ്റ് റെക്കോർഡ്സ് ഫോർ ഓൾ ഇൻട്രാക്ഷൻ, ഹാൻഡിൽ കസ്റ്റമർ കംപ്ലയിൻസ്, meet or exceed individual and team targets, follow up on lead and nurture them through the sales funnel, prepare and submit daily weekly reports. ഇത്ര മാത്രമാണ് കീ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞിരിക്കുന്നത്. പ്രിഫേർഡ് സ്കിൽസ് എന്താണെന്ന് വെച്ചാൽ പ്രൊഫിഷ്യൻസി ഇൻ തമിഴ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഈസ് മാൻഡറ്ററി. സോ ഈ പറഞ്ഞ 4 ലാംഗ്വേജസിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബ് റോളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, എബിലിറ്റി ടു മാനേജ് സ്ട്രെസ്, സ്ട്രോങ് ഓർഗനൈസേഷണൽ മൾട്ടി ടാസ്കിംഗ് സ്കിൽസ്, മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ഓർ വില്ലിംഗ് ടു റീലൊക്കേറ്റ് ടു ട്രിവാൻഡ്രം. ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ളതാണ്. പിന്നെ ഇമ്മീഡിയറ്റ് ജോയിനേഴ്സ് ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ പറയുന്നുണ്ട് അപ്ലിക്കൻസ് ഡു നോട്ട് മീറ്റ് ഓൾ ദ സ്പെസിഫൈഡ് റിക്വയർമെൻറ്റ്സ് വിൽ നോട്ട് ബി കൺസിഡേർഡ്. സോ ഈ പറഞ്ഞ 5 റിക്വയർമെൻറ്റ്സും നിങ്ങൾ മറക്കാതെ തന്നെ നിങ്ങളുടെ CV യിൽ ആഡ് ചെയ്യുക. ഈ ആഡ് ചെയ്ത CV യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇമെയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും.